ഞാനിപ്പോൾ രാത്രിയായപ്പോൾ ഒന്ന് അസിസിയിലൂടെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ റമദാൻ ടൈം ആയതുകൊണ്ട് 6 മണിക്കൂറാണ് ഡ്യൂട്ടി ഉള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ പുസ്തക വായനയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വായിച്ചൊരു കഥയിലെ ഒരു ഭാഗം ഞാൻ പറയാം. ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ 19 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നൊരു മനുഷ്യൻ്റെ കഥ. ജീൻ വാൽജീൻ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന കഥയിലെ നായക കഥാപാത്രമാണ് ഈ ജീൻ വാൽജീൻ. അങ്ങനെ ഒരു റൊട്ടി കഷ്ണത്തിൻ്റെ പേരിൽ 19 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സമൂഹത്തോടും നിയമവ്യവസ്ഥിതിയോടുമൊക്കെ അടങ്ങാത്ത പുച്ഛവും ദേഷ്യവുമൊക്കെ ആയിട്ടാണ് നമ്മുടെ നായക കഥാപാത്രം പുറത്തിറങ്ങുന്നത്. എത്രയെല്ലാം മാറാൻ ശ്രമിച്ചിട്ടും കള്ളൻ എന്ന പേര് കിട്ടിയതുകൊണ്ട് തന്നെ സമൂഹം ജീൻ വാൽജീനെ അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ബിഷപ്പ് മാരിയൽ എന്ന് പറയുന്ന ഒരു ബിഷപ്പിനെ കണ്ടുമുട്ടിയതോടുകൂടിയാണ്. ഒരു മനുഷ്യനോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം ബിഷപ്പ് മാരിയൽ ജീൻ വാൽജീന് നൽകി. അതിൻ്റെ ഫലമായി അദ്ദേഹം പുതിയൊരു മനുഷ്യനായി തീർന്നു. ആ ഒരു നഗരത്തിൻ്റെ മേയർ പോലുമായി പിന്നീട് അദ്ദേഹം. ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്നതിലൂടെ ജീൻ വാൽജീൻ സന്തോഷം കണ്ടെത്തുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും ഒരു സ്നേഹവും കരുതലും മനുഷ്യത്വവുമൊക്കെ അവരോട് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ ചിലപ്പോൾ മാറിയേക്കാം. ആത്യന്തികമായി പറഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും നല്ലവരാണ്. ചില സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെയാണ് ഓരോ മനുഷ്യരെയും കുറ്റവാളികളും നല്ലവരും ചീത്തയും ഒക്കെ ആക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ശുഭരാത്രി.